ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം കർഷകരും ഹൈബ്രിഡ് വിത്തിനമാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം കൂടുതൽ വിളവ് ഉണ്ടായാൽ മാത്രമേ കർഷകന് കൂടുതൽ ലാഭം നേടാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കർഷകനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടൂർ കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പമുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പാമ്പ് പടവലത്തിനെ കുറിച്ച് പറഞ്ഞു തന്ന നമ്മളെ കുമാരേട്ടൻ തന്നെയാണ് കൂടിയുള്ളത്. ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ പടവലവും നാടൻ ഇനമായിരുന്നു. നാടൻ മത്തനാണ്. അപ്പൊ ഇത് ശരിക്കും എങ്ങനെയുണ്ട്? മൂപ്പായോ? ഇത് മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. ആയി തുടങ്ങുള്ളൂ. ഇനിയും വലുതാവൂല? ഇത് ഇനിയും വലുതാവും പറഞ്ഞ്. അപ്പൊ ഇതിപ്പോ നോക്കുമ്പോ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഡിമാൻഡ് ഉണ്ടോ ഈ വലിയ മത്തന്? ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡ് കുറവൊന്നുമില്ല. ഡിമാൻഡ് ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയതിനെ കാട്ടി അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് വലിയ ചെറുതാണ് കൂടുതൽ പോകണമെന്നാണ് പറഞ്ഞത്. അത് ഓരോരോ പീഡക്കാർക്ക് ഇപ്പൊ ഓരോന്ന് കൊണ്ടുപോകും. ഇതിപ്പോ ഓരോന്ന് ഒരാൾക്ക് കൊണ്ടുപോകാൻ കഴിയൂല. അപ്പൊ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് കട്ട് ചെയ്താല് അപ്പൊ വേറെ കടക്കപ്പ് ആള് വരുമ്പോൾ ഇത് കേടൊന്നു പോകുന്നുള്ള ആ ഒരു ഇത് പറയുന്നുണ്ട്. എന്നാലും ഇത് ഡിമാൻഡ് ഉണ്ട് സാധനത്തിന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഈ മത്തൻ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മുഴുവൻ കാമ്പ് തന്നെ. കാമ്പ് മുഴുവൻ കാമ്പാണ്. നല്ല ഇനം ഇതാണ്. എല്ലാവർക്കും ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് വലുതായതുകൊണ്ടുള്ള ഒരു തന്നെ ഉള്ളൂ. കുമാരന്റെ കയ്യിലുള്ളത് നാടൻ ഇനമായ മത്തൻ തന്നെയാണ്. നല്ല ഡിമാൻഡാണ്. പക്ഷെ കച്ചവടക്കാർ ഇതിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതാണ്. കാരണം ഇത് മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ടാണ് കടകളിലൊക്കെ ഈ ഒരു മത്തൻ തീർന്നു പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്? മഞ്ഞ നിറമാണോ വെള്ള നിറമാണോ? മഞ്ഞ നിറമാണ്. അപ്പൊ മത്തന് പൊതുവെ മത്തൻ മുറിച്ചു കഴിയുമ്പോൾ അകം മഞ്ഞയായതിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പൊ ഇതില് ഹൈബ്രിഡ് ഇനവും നാടൻ ഇനവും കൃഷി ചെയ്തതില് ഇതിലിപ്പോ നാടൻ ഇനത്തിന് വിളവ് കുറവാണോ? നാടൻ ഇനത്തിന് വിളവ് കുറവെന്ന് പറഞ്ഞാല് കുറവുണ്ട്. പിന്നെ ഫസ്റ്റ് കായ്ക്കണ കായന്റെ അപ്പുറത്തേക്ക് പിന്നെ കായ്ക്ക് കുറവുണ്ട്. അവിടെ ഹൈബ്രിഡ് ഇനമാണെങ്കിൽ ഓരോ ഇലയുടെ ഓരോ ഞെട്ടിലും എന്ന് പറഞ്ഞോണം കായ ഉണ്ടാവും. പക്ഷെ നാടൻ ഇനത്തിന് അങ്ങനെ കായ ഇല്ല. കുറവാ. അപ്പൊ എന്തായാലും ഇതുപോലത്തെ മത്തനൊക്കെ കടയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇതിനാണ് ആളുകൾ കൂടുതൽ ഡിമാൻഡ് വാങ്ങുന്നത്. അപ്പൊ കുമാരേട്ടൻ ഈ നാടൻ വിത്തനങ്ങൾ കൂടുതലായി കൃഷി ചെയ്യുന്നുണ്ട്. ഇതില് വിളവ് എങ്ങനെയുണ്ട്? വിളവ് കുഴപ്പമില്ല. പക്ഷെ കുറവാണ്. ഹൈബ്രിഡ് വിത്തിനെ കാട്ടി വിളവ് കുറവാണ്. പക്ഷെ അതിനെക്കാട്ടി വില കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു ഇരട്ടിയോളം കിട്ടുന്നുണ്ടോ? ഒരു ഇരട്ടി ഒരു 30 രൂപ വില വെച്ച് കിട്ടുന്നുണ്ട്. ഹൈബ്രിഡ് മത്തൻ കർഷകൻ വിൽക്കുന്ന സമയത്ത് കർഷകന് കിട്ടുന്നത് 12 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ നാടൻ മത്തൻ വിൽക്കുമ്പോൾ ഇതിന് ഏകദേശം ഒരു 25 മുതൽ 30 രൂപ വരെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം മൊത്തം ലാഭം നോക്കുമ്പോ കുഴപ്പമില്ല. കായ കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം വില കിട്ടുന്നത് കൊണ്ട് അപ്പൊ അതങ്ങനെ പോകും. അപ്പൊ എന്തായാലും നല്ല ഒരു 2-3 മത്തൻ നമുക്കൊന്ന് വിത്തിന് നിർത്തുക. അത് ഏകദേശം എത്രത്തോളം വലിപ്പം വെക്കുന്നു നമുക്കൊന്ന് നോക്കണം. ഇതില് ഏകദേശം നമുക്ക് എങ്ങനെയാണ് വിത്ത് നേരിട്ട് നടുകയാണോ ചെയ്തത്? എങ്ങനെയൊക്കെയാണ് ചെയ്തത്? വിത്ത് ഇതേമാതിരി തന്നെ നേരിട്ട് നമ്മൾ വാങ്ങിയ സാധനം എടുത്തു. പിന്നെ സോഡോമോൺസില് ആദ്യം ഒന്ന് പുതർത്തി വെച്ചതിന് ശേഷം മണ്ണൊക്കെ കൊത്തി റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലിട്ടു. മണ്ണിട്ട് മൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ജൈവവളം തൂമ്പിളകി വന്നപ്പം ജൈവവളം ഒന്ന് കൊത്തിയിട്ട് അത് മണ്ണിട്ട് മൂടി. പിന്നെ അതിനുശേഷമാണ് ഈ രാജപോസും പൊട്ടാഷും യൂറിയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് മണ്ണിട്ടത്. പിന്നെ അതിനുശേഷം ഒരു DAP അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ അടിച്ചിട്ടു. വേറെ മരുന്നൊന്നും അതിന് ആവശ്യമില്ല. മരുന്നുമില്ല. വേറെ വളവും കൊടുത്തിട്ടില്ല. അപ്പൊ അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇടവിള കൃഷിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. വാഴയുടെ ഇടയിൽ വാഴയൊക്കെ ഏകദേശം വലുതായി തുടങ്ങി. അപ്പൊ ഈ പുല്ലും ഈ മണ്ണ് കൂട്ടാത്തതൊക്കെ എന്ന് പറയുമ്പോ ഈ മത്തനം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും 1-2 ആഴ്ച കൊണ്ട് മത്തൻ തീരും. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗങ്ങളിൽ ഒരു 2-3 മത്തൻ നമുക്കൊന്ന് വിത്തിന് വേണ്ടി നിർത്തുക. ഇതുപോലെ നല്ല ഇനം വിത്തുകളൊക്കെ അന്യം നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കുക. നമുക്ക് പറമ്പുകളിലൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇനം തന്നെയാണ്. നിർത്തി നോക്കുക. ഇതിൽ ഏറ്റവും വലിപ്പം എത്രത്തോളം വലിപ്പം വെക്കുന്നത് നമുക്കൊന്ന് നേരിട്ട് കണ്ടറിയണം. അപ്പൊ ഇത് നല്ല മൂപ്പ് എത്തുന്ന സമയത്ത് നമ്മളെ ഒന്നും കൂടി വിളിക്കണം. നമ്മൾ അതിന്റെ ഒരു വീഡിയോ എടുക്കും. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെച്ച കുമാരനോട് പ്രത്യേകം നന്ദി പറയുന്നു.